ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചാര ചേർത്ത് കൊടുക്കുകയാണ്. പാല് തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇറക്കി വെക്കുക. ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് നമ്മളിത് ആറാൻ വെക്കുക. ഇതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഫ്രൂട്ട്സാണ് ഇതൊക്കെ: മുന്തിരി, ആപ്പിള്, ചെറി, ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത്, ബദാം. മുന്തിരിങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പുളിയുള്ള മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കരുത്, മധുരമുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാറുള്ളൂ. പുളിയുള്ള ഒരു ഫ്രൂട്ട് സലാഡിലേക്ക് ചേർക്കാൻ പാടില്ല. നമ്മുടെ കസ്റ്റാർഡ് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കും. ആദ്യം കുറച്ച് ചെറുപ്പഴം ചേർക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർക്കുകയാണ്. അതിനുശേഷം ബദാം, പിന്നെ ആപ്പിള്, പിന്നെ മധുരമുള്ള മുന്തിരി, സീഡ്ലെസ്, ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. നമ്മളുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയാക്കുകയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.